നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 12ാമത്തെ കഥ. ഭർത്താവ് ആര്? വിക്രമാദിത്യൻ പിന്നെയും ചെന്ന് വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ വേതാളം പഴയതുപോലെ കഥ പറയാൻ തുടങ്ങി. വളരെ മുമ്പ് നടന്ന ഒരു കഥയാണിത്. പണ്ട് ഉജ്ജയിനിയുടെ ഉത്തരപ്രാന്തത്തിൽ ഒരു ദേവീക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ ഉത്സവകാലത്ത് ദേവിയുടെ സ്വർണ്ണനിർമ്മിതവും നവരത്ന ഖചിതവുമായ വിഗ്രഹം അതികമനീയമായി അലങ്കരിച്ച് നാലമ്പലത്തിനു വെളിയിൽ ഘോഷയാത്രയായി എഴുന്നള്ളിക്കുക സാധാരണയാണ്. അന്ന് ഇപ്രകാരം ഒരു പുറത്തെഴുന്നള്ളിപ്പ് മഹോത്സവം നടക്കുകയായിരുന്നു. നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. അക്കൂട്ടത്തിൽ ഒരു അപ്സരസിനെ പോലെ ലാവണ്യവതിയായി സർവാലങ്കാരഭൂഷിതയായി ഒരു യുവതീരത്നം മഹോത്സവത്തിനകത്ത് വേറൊരു മഹോത്സവം എന്ന മട്ടിൽ പ്രേക്ഷക നയനങ്ങൾക്ക് പീയൂഷമരുളുമാറ് വിരാജിച്ചു. ക്ഷേത്ര പരിസരത്ത് വെച്ച് അമിത്രകേതു എന്നൊരു കോമള യുവാവ് അവളെ കണ്ടുമുട്ടി. പ്രഥമ ദർശനത്തിൽ തന്നെ അയാൾ അവളിൽ ദൃഢാനുരക്തനായി ചമഞ്ഞു. അവളെ കൂടാതെയുള്ള ജീവിതം ഉത്സാഹശൂന്യവും നിഷ്പ്രയോജനവുമെന്ന് നിശ്ചയിച്ചു. അയാൾ തൻ്റെ ഇംഗിതസാധ്യത്തിനായി ദേവിയോട് മനമുറ്റു പ്രാർത്ഥിച്ചു. അല്ലയോ കാമസ്വരൂപിണിയായ ജഗദംബികയെ, മഹാമായേ, ഇഷ്ടവരപ്രദായികയായ അവിടുന്ന് അല്ലാതെ എനിക്ക് അന്യശരണമില്ല. അവിടുന്ന് തന്നെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ പ്രേമം സഫലമാക്കി തീർക്കണമേ. അവളുടെ മാതാപിതാക്കൾ അവളെ എനിക്ക് സ്വമനസാലെ വിവാഹം കഴിച്ചു തരുന്ന പക്ഷം അവിടുത്തെ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ എൻ്റെ ശിരസറുത്ത് തൃപ്പാദങ്ങളിൽ ബലിയർപ്പിച്ചു കൊള്ളാം. ഇത് സത്യം, സത്യം. ഉത്സവാഘോഷങ്ങൾ സമാപിച്ചു. പ്രേക്ഷകർ നാലുപാടും പിരിഞ്ഞുപോയി. അക്കൂട്ടത്തിൽ സഖീജനങ്ങളോടൊന്നിച്ച് താൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട യുവസുന്ദരിയും. അവളെ സംബന്ധിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ യുവാവ് ഗൂഢമായി അവളെ പിന്തുടർന്നു ചെന്നു. പ്രേമപാരവശ്യം അയാളെ ഒരു സാഹസികനാക്കി തീർത്തു. ധൈര്യം അവലംബിച്ചുകൊണ്ട് അയാൾ അവളുടെ രക്ഷകർത്താക്കളെ സമീപിച്ച് പെൺകുട്ടിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചു. അവരുടെ പൂർണ്ണമായ സമ്മതത്തോടും ആശീർവാദങ്ങളോടും കൂടി ഒരു ശുഭമുഹൂർത്തത്തിൽ അവരുടെ വിവാഹവും നടന്നു. അമിത്രകേതു പ്രിയപത്നിയെ തൻ്റെ സ്വന്തം ഗൃഹത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അടുത്തൊരു ദിവസം നാട്ടുനടപ്പനുസരിച്ച് യുവതിയുടെ സഹോദരൻ അവളെയും ശ്യാല്യനെയും തൻ്റെ വീട്ടിലേക്ക് വിരുന്നു കൊണ്ടുപോകുവാനായി വന്നു ചേർന്നു. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ അവർ 3 പേരും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിമധ്യേ അവർക്ക് ദേവീക്ഷേത്രം കടന്നു പോകേണ്ടിയിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ അമിത്രഹേതുവിന് താൻ വിവാഹത്തിനു മുമ്പ് നടത്തിയിരുന്ന നേർച്ചയെപ്പറ്റി ഓർമ്മ വന്നു. ഉടൻ അയാൾ ദേവീദർശനം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് മറ്റ് 2 പേരെയും ക്ഷേത്രത്തിന് വെളിയിൽ നിർത്തിയ ശേഷം ഗർഭഗൃഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു. ഏറെ നേരം കാത്തുനിന്നിട്ടും അയാളെ കാണായികയാൽ സംഭ്രാന്തനായി തീർന്ന ശ്യാലൻ ക്ഷേത്രാന്തർഭാഗത്തേക്ക് കടന്നു ചെന്നു. അവിടെ അതാ അമിത്രകേതുവിൻ്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ആ ഭീവത്സവും പരമദാരുണവുമായ കാഴ്ച കണ്ട് ദുഃഖം സഹിക്കവയ്യാതെ ആഗതനും തൽക്ഷണം തൻ്റെ ശിരസ് വെട്ടി. അടുത്ത ക്ഷണത്തിൽ അയാളുടെ ശിരസും ശ്യാല്യൻ്റെ ശിരസിന് സമീപം അറ്റുവീണു. വളരെ നേരം കാത്തു നിന്നിട്ടും സ്വഭർത്താവിനെയും സഹോദരനെയും കാണായികയാൽ സംഭ്രാന്തയായി തീർന്ന യുവതി ഒരു ഉന്മാദിനിയെപ്പോലെ നേരെ വിഗ്രഹത്തിന് മുമ്പിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച അവളെ എത്രമാത്രം ദുഃഖിപ്പിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ. ഭർത്താവും സഹോദരനും മരിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് നിശ്ചയിച്ച് അവൾ തറയിൽ നിന്ന് സ്വഭർത്താവിൻ്റെ ചോരയിൽ കുളിച്ച കരവാളമെടുത്ത് സ്വഗളത്തിന് നേർക്ക് ആഞ്ഞു വീശി. തൽക്ഷണം ഭദ്രകാളി അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കരവാളം അവളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അരുളി ചെയ്തു: സാഹസമരുത്. നിന്റെ ഭർത്താവിനെയും സഹോദരനെയും ഞാൻ ഉടൻ ജീവിപ്പിച്ചു തരുന്നുണ്ട്. അറ്റുവീണ ശിരസുകൾ അവരവരുടെ ഉടലുകളുമായി ചേർത്ത് വയ്ക്കുക. പക്ഷേ സംഭ്രാന്തിക്കിടയിൽ അവൾ ഭർത്താവിൻ്റെ ശിരസ് സഹോദരൻ്റെ ഉടലിനോടും സഹോദരൻ്റെ ശിരസ് ഭർത്താവിൻ്റെ ഉടലിനോടും ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഉടൻ ദേവി ആ നിലയിൽ അവരിരുവരെയും ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് യുവതിക്ക് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. അവരിരുവരിൽ ആരെ അവൾ ഭർത്താവായി സ്വീകരിക്കണം? ഇപ്രകാരം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. അല്പസമയം ആലോചിച്ചതിന് ശേഷം വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു: അവരിരുവരിൽ ആരുടെ ഉടലിലാണ് അയാളുടെ ശിരസിരിക്കുന്നത് ആ ആളിനെ അവൾ ഭർത്താവായി സ്വീകരിക്കണം. എൺചാൺ ഉടമ്പുക്കും ശിരസേ പ്രധാനം എന്നല്ലേ പ്രമാണം.
ഉത്തരക്ഷണത്തിൽ വേതാളം കെട്ടഴിച്ച് ചുടലയിലേക്കോടി പഴയ പോലെ വീണ്ടും വൃക്ഷക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടന്നു. നന്ദി.